നമ്മള് കാശ്മീരിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കാശ്മീരിലാണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ഫീൽ ചെയ്തത്. ഹിച്ച് ഹൈക്കിംഗ് എങ്ങനെയുണ്ട്? വൈ ഹിച്ച് ഹൈക്കിംഗ്? എന്തുകൊണ്ട് ഹിച്ച് ഹൈക്കിംഗ് തെരഞ്ഞെടുത്തത് ഒരുപാട് പേര് ചോദിച്ചു. പിന്നെ ഈ 1000 days എന്തുകൊണ്ട് എടുത്തു എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചു. പ്രശ്നമാണ്. പക്ഷെ അതൊരു അത്യാവശ്യമാണ്, എമർജൻസിയാണ്. യു വിൽ ഫൈൻഡ് ദ വേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളെ സെൽഫ് ഇൻട്രൊഡക്ഷനുമായിട്ടാണ്. കഴിഞ്ഞ 200 ദിവസം ഞങ്ങൾ ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതിനുള്ള മറുപടികളും ഞങ്ങൾ ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും. കാരണം കുറേ ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെ ട്രാവൽ ചെയ്യുന്നു, നമ്മളെങ്ങനെ എക്സ്പെൻസ് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്തിനു ചെയ്യുന്നു, പിന്നെ എന്ത് ഗുണമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ആദ്യം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് രാജലക്ഷ്മിയാണ്. ഞാൻ ഒരു BDS കഴിഞ്ഞ് ഡൽഹിയിൽ 5 വർഷമായിട്ട് ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഗവൺമെൻറ് സെക്ടർ, പ്രൈവറ്റ്, ചാരിറ്റബിൾ എല്ലാ സെക്ടറും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഒബ്വിയസ്ലി ഡോക്ടർ എന്താ ചെയ്യുന്നത്, സർവീസ് കൊടുക്കുന്നു തൻ്റെ പേഷ്യൻറ്റിന്. എത്രത്തോളം നല്ലപോലെ സർവീസ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലപോലെ ചെയ്യാൻ ഒരിതുണ്ട്. പിന്നെ ആദ്യം തൊട്ട് ട്രാവലിംഗ് എനിക്കിഷ്ടമായിരുന്നു. വലുതായിട്ട് ഞാൻ ട്രാവലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാനിങ്ങനെ ഫുൾ ടൈം ട്രാവലിങ്ങിന് ഇറങ്ങിയത്. പിന്നെ എൻ്റെ ഫാമിലി ഹാഫ് കേരള ആണ്, ഹാഫ് ഒഡീസയാണ്. ഇപ്പം ഡൽഹി സെറ്റിൽഡ് ആണ്. അങ്ങനെ ഞാൻ ഓൾറെഡി ഡൽഹി തന്നെയാണ് സെറ്റിൽഡ്. ഇനി പോൾസൺ. എൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ പോൾസൺ. അതുപോലെ തന്നെ ഞാൻ ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. എൻജിനീയറിംഗ് കഴിഞ്ഞ് കുറച്ച് നാൾ ജോലി ചെയ്തു, ഒരു വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ ബോഡി ബിൽഡിങ് സ്പോർട്സ് ഫീൽഡിലുണ്ടായിരുന്നു. എനിക്ക് കേരള ബ്രോൺസ് മെഡൽ ഉണ്ട് ബോഡി ബിൽഡിങ് കോമ്പറ്റീഷനിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫിറ്റ്നസ്സിലേക്ക് തിരിയണം എന്നെനിക്കൊരാഗ്രഹം വന്നതും. ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് ഡൽഹിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഡൽഹിയിലായിരുന്നു പേഴ്സണൽ ട്രെയിനറായിട്ട്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു. അപ്പോൾ അതൊരു ജോലിയായിട്ടല്ല, ഭയങ്കര ഇഷ്ടമായിട്ടൊരു ജീവിതം നയിച്ചു പോകുന്നൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഈ ട്രാവലിംഗ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു 1-2 വർഷമായിട്ട്, 2 വർഷത്തെ മുകളിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തത് ഡൽഹിയിലാണ്. ചോദിക്കാറുണ്ട് എവിടെയാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത്. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഡൽഹിയിലാണ്. ആക്ച്വലി ഡൽഹി അല്ല, ആക്ച്വലി ഋഷികേശിലാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ടുമായിട്ടൊരു ടൂറിന് പോണതും അവിടെയാണ് പോൾസനെ മീറ്റ് ചെയ്യുന്നതും. പിന്നെ ഡൽഹിയിലാണ് അറിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹി വന്ന് മീറ്റ് ചെയ്യുന്നതും. എന്നിട്ട് ഫ്രണ്ട്സാണ് നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ട്രാവലിംഗ് ഒക്കെ ചെയ്തു, ഒരുമിച്ച് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോൾസൺ എൻ്റെ അടുത്തൊരു ആഗ്രഹം അല്ലെങ്കിൽ അയാളുടെ ഡ്രീം ഷെയർ ചെയ്തു. ഇങ്ങനെയാണ് ട്രാവലിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡ്രീം ഷെയർ ചെയ്തു. ഇങ്ങനെ ഓൾ ഇന്ത്യ ചെയ്യണം, ഇതുവരെ ചെയ്യാൻ സാധിച്ചില്ല, 2-3 വർഷമായിട്ട് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്കും ട്രാവലിങ് വേണമെന്നൊരു ഉണ്ടായി ആ സമയം. പിന്നെ ഞങ്ങൾ അതിനൊരു മോട്ടോ കിട്ടും എന്ന് വെച്ചാൽ വെറുതെ ട്രാവൽ ചെയ്യണ്ട. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ട്രാവലറും ഒരു ടൂറിസ്റ്റ് തമ്മിലുള്ള ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, ഇമ്പാക്ട് ഉണ്ടാക്കണം, ചെറുതാണെങ്കിലും അത് പിന്നെ വലുതാവുമെന്ന് വിചാരിച്ച് ഞാനൊരു സജഷൻ ഇട്ടു. നമുക്ക് ട്രാവൽ ചെയ്യുമ്പം ഞാൻ ഡെൻ്റൽ ഡോക്ടറാണ്. അപ്പം ഡെൻ്റലിൻ്റെ അവയർനെസ്സും പോൾസൺ ഫിസിക്കൽ ട്രെയിനർ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് അവയർനെസ് അറിയുന്ന ആളാണ്. അപ്പം അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഡെൻ്റൽ ഫിറ്റ്നസ്സും ഹെൽത്ത് ഫിറ്റ്നസ്സും കൊണ്ടൊരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തെല്ലാം ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും NGOs ഒക്കെ വഴി വരുവാണെങ്കിൽ NGOസിന് എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ അവയർനെസ് കൊടുക്കും. അതായത് ഡെൻ്റൽ ആൻഡ് ഫിറ്റ്നസ് അവയർനെസ്, അങ്ങനെയാണ് നമ്മുടെ തീം തന്നെ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് സ്കൂളുകൾ,
അവിടുത്തെ കുട്ടികളൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ 200 ദിവസമായിട്ട് കാശ്മീരിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാശ്മീരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലഡാക്ക്, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, നേപ്പാളിലൊന്ന് കയറി. അത് കഴിഞ്ഞ് ആസാം വഴി ഈ നമ്മൾ നോർത്ത് ഈസ്റ്റിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ വരുന്ന വഴികളിലെല്ലാം പല സ്കൂളുകളും നമ്മൾ കാശ്മീരിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 8 സ്കൂളുകളിൽ കൊടുത്തില്ലേ. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കോൺടാക്ട് ഇല്ലായിരുന്നു. ഞങ്ങൾ ഡയറക്റ്റ് പോയി. ആദ്യം ഒരു NGO ആയിട്ട് കോൺടാക്ട് ചെയ്തു, പിന്നെ അവർ നമ്മളെ സ്കൂളിൽ റെഫർ ചെയ്തു. അങ്ങനെ ഒരു നമ്മളായിട്ട് തന്നെ എടുത്ത സ്റ്റെപ്പിൽ ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, റെഫറൻസ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് തന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി, പോയി ചോദിക്കാനും. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു നല്ല വർക്കാണ്, ഞങ്ങൾക്ക് ബോധമുള്ളതുകൊണ്ട് ഞങ്ങളത്. ആ സെഷൻസ് എല്ലാം ഫ്രീ ആണ്. പിന്നെ സെഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹെൽപ്പേ ചോദിക്കാറുള്ളൂ, സ്റ്റേയിന്റെയും ഫുഡിന്റെയും. കാരണം ഞങ്ങള് ട്രാവലിംഗ് അറിയാം, ലോ ബഡ്ജറ്റ് ആണ്, ഹിച്ച് ആണ്. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങള് എല്ലാം ഉണ്ട്. ബട്ട് ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്കൂള് ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ആ സമയം. എന്നുവെച്ചാൽ ഇന്ന് വരെ ഞങ്ങൾ ഏത് സെഷൻസ് ചെയ്യുന്നോ. പിന്നെ അതുകൂടാതെ അത് ഒന്ന് എന്താ പറയുന്നത്, ഫിറ്റ്നസിന്റെ ഇതിലും ഒന്ന് പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് യോഗ പഠിച്ചിരുന്നു. അപ്പൊ യോഗ ടീച്ചറും കൂടെയാണ്. മാത്രമല്ല യോഗ ടീച്ചറും കൂടെയാണ്. ഫിറ്റ്നസ് ഇപ്പം പോൾസൺ അതിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. എനിക്ക് അത്ര വലിയ നോളജ് ഇല്ല. ജസ്റ്റ് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചുണ്ട്, ബട്ട് അങ്ങനെ പ്രോപ്പറായിട്ടില്ല. അപ്പം ഞാനൊരു പ്രോപ്പർ നോളജിന് വേണ്ടി ഞാൻ യോഗ കോഴ്സ് ചെയ്തിരുന്നു, TTC ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും. അങ്ങനെ അതുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെ കുറെ പേരായി നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു ഈ ജോലിയൊക്കെ വിട്ടു പോകുന്നത് എങ്ങനെ ഈസി ആയിരുന്നു അതൊക്കെ. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാര്, നിങ്ങള് എന്ന് വെച്ചാൽ നല്ല ലൈഫ് ലീഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെ. പക്ഷെ ആക്ച്വലി ട്രാവലിംഗ് ടഫാണ്. ബട്ട് ഞങ്ങൾ അതെടുത്ത ഡിസിഷനും അതിനേക്കാളും ടഫായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു 5 വർഷം ഞാൻ ഡൽഹി വർക്ക് ചെയ്യുന്നു. ഭയങ്കര കംഫർട്ടബിൾ ലൈഫായിരുന്നു. നല്ല സെറ്റ് എന്ന് വെച്ചാൽ എല്ലാം കൊണ്ട് നല്ല ഒരു സെറ്റ് ലൈഫ്. അപ്പൊ ആ സെറ്റ് ലൈഫ് വിട്ടെറിഞ്ഞ് ട്രാവലിംഗ് എന്താണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്താണ് നാളെ സംഭവിക്കുക, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് എന്ത് നാളെ സംഭവിക്കാമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ബട്ട് എന്നാലും എല്ലാവരും പറഞ്ഞു എന്തിനാണ്, നല്ലൊരു ലൈഫില്ലേ, വേറെ എന്തെങ്കിലും ചെയ്തൂടെ. അങ്ങനെ കുറേ സജഷൻസ് വരുമല്ലോ. നമ്മളിത് ഒരാൾക്ക് നമ്മളെ ഫ്രണ്ട്സിനോടോ നമ്മളെ ഫാമിലിയോടോ ഷെയർ ചെയ്യുമ്പോൾ അവർ ഒബ്വിയസ്ലി ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലി തന്നെയാണ്. ഫാമിലി നമ്മളൊരു നല്ല നിലയിൽ നിൽക്കുമ്പം നമ്മൾ താഴോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 50-50 ആയിരുന്നു. എൻ്റെ മദർ നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റർ ആയിരുന്നു. എൻ്റെ സിസ്റ്റർ നല്ല സപ്പോർട്ടീവ് സിസ്റ്റർ ആണ്. പക്ഷേ ബ്രദറും അച്ഛനും ഇച്ചിരി ഉള്ള എല്ലാ ഇന്ത്യൻ ഫാമിലിയിൽ എല്ലാവരും അറിയാം, അച്ഛനും ചേട്ടനും ഇത്തിരി സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളത് ഇന്നും കൺവിൻസ് ചെയ്തോണ്ടിരിക്കുക എന്നേക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് സെറ്റ് ആവും എന്നുള്ളൊരിത്. എനിക്കുണ്ടായിരുന്നു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ. ഓൾറെഡി ഞാൻ പേഴ്സണൽ ട്രെയിനറായിട്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഒരു ഫ്രീലാൻസ് ആണ്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മുടെ ഇഷ്ടത്തിനുള്ള ടൈമിൽ നമുക്ക് ജോലി ചെയ്യാം. അതായത് അതൊരു ജോലിയല്ലായിരുന്നു, അത്ര കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ. നല്ല ഏണിങ്സ് ഉണ്ടായിരുന്നു. ഒരു ആവറേജ് ഇന്ത്യൻ ഒരാൾ ഏൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഉള്ള ഏണിങ്സ് അവിടെ എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പ്രാന്താണ് ഇത്രയൊക്കെ, അതായത് പലരുടെയും ഡ്രീം ജോബാണ്, അതൊക്കെ വിട്ടെറിഞ്ഞ് എന്തിൻ്റെ പ്രാന്ത് പിടിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ നമുക്ക് ഫ്രണ്ടിലൊരു വിഷനുണ്ട്, നമുക്ക് ഫ്രണ്ടിലൊരു ഗോൾ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അല്ല, എത്ര എളുപ്പമൊന്നുമല്ല. കാരണം ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഗോ ത്രൂ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു ജോലി വിടുക എന്നുള്ളൊരു ലാസ്റ്റ് മന്ത് ആ ഒരു ജോലി വിടുന്ന ഒരു മാസം അനുഭവിച്ച ഒരു ടെൻഷനും ഒരു സ്ട്രെസ്സും ഒരു ചെറുതല്ല. കാരണം നമ്മളൊന്നും എല്ലാം ആയിട്ടിരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒന്നും ഇല്ലാത്ത സീറോയിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇപ്പോഴും ഒന്നും എത്തിയിട്ടില്ല, ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, നല്ല പ്രോപ്പർ സ്ട്രഗ്ലിംഗ് ആണ്. നമ്മൾ ചൂസ് ചെയ്ത് സ്ട്രഗ്ലിംഗ് ആണ്, നല്ല ഹാപ്പി ആയിട്ട് സ്ട്രഗിൾ ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ആ ജോലിയൊക്കെ വിട്ടത്.
അത് ഭയങ്കര ടഫ് ഡിസിഷൻ ആയിരുന്നു. ആ ഒരു ടഫ് ഡിസിഷൻ ആയിരുന്നു ഏറ്റവും വലിയൊരു ഡിസിഷൻ നമ്മൾ എടുത്തത്. സത്യം. പിന്നെ നമ്മൾക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ല. ഞാൻ ഓർക്കുന്നു എന്റെ അക്കൗണ്ടിൽ വെറും 4000 രൂപയും പോൾസിന്റെ അക്കൗണ്ടിൽ 0 ബാലൻസും ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. കാരണം നമ്മൾ അത്ര ജോലിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് ഇറങ്ങിയ ടൈമിൽ കുറെ എക്സ്പെൻസീവ് വന്നു. പിന്നെ ലക്ഷ്മി യോഗ പഠിക്കാൻ പോയിരുന്നു. അതിന് കുറെ ചെലവായി, ഏകദേശം 50+ ചെലവായി അതിലും. അപ്പൊ അങ്ങനെ കുറെ എക്സ്പെൻസ് ആ ടൈമിൽ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയപ്പോ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ പണ്ട് മുതലേ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കും എന്ന് നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ 200 ദിവസമായിട്ട് ഒരു കുഴപ്പം പോലും ഇല്ലാതെ നമ്മൾ സ്മൂത്തായിട്ട്, അത്ര സ്മൂത്ത് ഒന്നുമല്ല, അതായത് നമ്മൾ ആദ്യം ഇറങ്ങിയ സമയത്ത് നമുക്ക് പെർ ഹെഡ് 150 റുപ്പീസ് ആയിരുന്നു നമ്മുടെ എക്സ്പെൻസ് ഞങ്ങൾ ഇട്ടത് മൊത്തം. അതായത് ട്രാവലിങ്, സ്റ്റേ, ഫുഡ് എല്ലാം 150 റുപ്പീസിൽ നിങ്ങൾ അതായിരുന്നു. അത് സ്മൂത്ത് ആയിരുന്നു. കാരണം കാശ്മീരിൽ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങൾ. കാശ്മീരിൽ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. കാരണം നമ്മൾ ടെന്റ് ഇട്ട് പുറത്ത് കിടക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടില്ല. ആളുകളൊക്കെ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കാശ്മീരിലൊക്കെ. ഈ ന്യൂസിലൊന്നും കാണുന്ന പോലെ അല്ല, കാശ്മീർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. വില്ലേജസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകളൊക്കെ ഭയങ്കര സ്നേഹമാണ്. ടൂറിസ്റ്റ് പ്ലേസ് അവോയ്ഡ് ചെയ്യുക. വില്ലേജസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വെൽക്കം, ഹോസ്പിറ്റാലിറ്റി അപ് ടു മാർക്കാണ്. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി. ഒരു ദിവസം പോലും ഞങ്ങൾ ടെന്റ് ഇട്ട് കിടന്നിട്ടില്ല. കാരണം ഞങ്ങളെ സ്റ്റേ ചോദിക്കേണ്ട ആൾക്കാർ, നിങ്ങൾ സ്റ്റേ എവിടെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ ടെൻ്റ് ഉണ്ട്, ഞങ്ങൾ ടെൻ്റ് കയറി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ആ ഒരു സാധനം അക്കോമഡേഷൻ ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഫുഡ്. അല്ല, എക്സ്പെൻസ് കഴിഞ്ഞിട്ടില്ല നമ്മുടെ. മറ്റേ ഇപ്പൊ നമ്മൾ എക്സ്പെൻസ് കുറച്ച് മീറ്റ് ചെയ്തു. ഒരു 200 റുപ്പീസ് ഒക്കെ ആക്കി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പേഴ്സണൽ ട്രെയിനറാണ്, യോഗ ടീച്ചർ. അപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലയൻസ് ഉണ്ട്. നമുക്ക് 1-2 ക്ലയൻസ്, മാക്സിമം 2 ക്ലയൻസ് നമ്മൾ എടുക്കാറുള്ളൂ. ട്രാവലിംഗ് ഇടയ്ക്ക് കുറെ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ മാക്സിമം 2. ഇപ്പൊ എന്റെ കൂടെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഓൺലൈൻ ക്ലയന്റ് ഉണ്ട്. പിന്നെ ലക്ഷ്മിക്ക് കുറച്ച് യോഗ ക്ലയന്റ് ഉണ്ട്, 1-2 ക്ലയന്റ് വെച്ച്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഫുഡിനുള്ള എക്സ്പെൻസ് മീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാരും ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്, എവിടെ നിന്ന് പൈസ വരുന്നു? പിന്നെ നിങ്ങൾ ഗവൺമെൻറ് ആണോ, നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ? ഞങ്ങളെ ആരും സ്പോൺസർ ചെയ്യുന്നില്ല, ഞങ്ങളെ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ആ സ്പോൺസർഷിപ്പൊന്നും ഇല്ല. ഞങ്ങളായിട്ട് തന്നെ ഓൺലൈൻ വർക്ക് എടുത്ത് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. മെയിൻലി ഞങ്ങൾ വരുന്ന ഏർണിങ്സ് ഫുള്ളും ഫുഡിനാണ് തികയുള്ളൂ. ബാക്കി അക്കോമഡേഷനും ട്രാവലിംഗ്, ഒബ്വിയസ്ലി ട്രാവലിംഗ് ഹിച്ച് ആണ്, ലിഫ്റ്റ് വെച്ചാണ് പോകുന്നത്. എന്തുകൊണ്ട് ഹിച്ച് തെരഞ്ഞെടുത്തത്? ഒരുപാട് പേര് ചോദിച്ചു. സേഫ് ആണോ, എന്ത് ബുദ്ധിമുട്ടാണല്ലേ, എല്ലാവരും തരുമോ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഹിച്ച് ഹൈക്കിങ് എടുത്തെന്ന് പറഞ്ഞാൽ അത് പോൾസൻ്റെ ഐഡിയ ആയിരുന്നു. എനിക്ക് ഹിച്ച് ഹൈക്കിങ്ങിനെ കുറിച്ച് നേരത്തെ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം ഇനിഷ്യൽ ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലും ആരോട് ചോദിക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ സെൽഫ് സസ്റ്റെയിൻ ആയ ഒരാൾ ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാരോട് പോയി എന്തെങ്കിലും ചോദിക്കാമല്ലോ, ഹെൽപ്പ് ചോദിക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇനിഷ്യൽ ഡേയ്സിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നടു റോഡിൽ നിന്ന് വരുന്ന കാറിനൊക്കെ കൈ കാണിച്ച് നിർത്ത്, ഞങ്ങൾ ഓൾ ഇന്ത്യ ചെയ്യാണ്, ഞങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ആ സംഭവം ഇനിഷ്യൽ ഡേയ്സിൽ പ്രോബ്ലം ആയിരുന്നു. ഹിച്ച് ഹൈക്കിങ് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, ഒരു റീജിയനിലേക്ക് ചെല്ലുകയാണ്. ആ റീജിയനിൽ നമുക്ക് ഹിച്ച് ഹൈക്ക് ചെയ്യുമ്പോൾ, ലിഫ്റ്റ് ചോദിക്കുമ്പോൾ അത് തരണമെങ്കിൽ അവർക്ക് അതിനൊരു മനസ്സ് വേണം. മനസ്സ് പറഞ്ഞാൽ അവർക്കൊരു സഹായ മനസ്കതയുള്ളൊരു മനസ്സ് വേണം. അതില്ലാത്തവർ ഒരിക്കലും ലിഫ്റ്റ് തരത്തില്ല. പിന്നെ അവർക്കൊരു പേടി ഉണ്ടാവും ഉള്ളില്, നിങ്ങൾ ആരാണ്, ഞങ്ങൾ തട്ടിപ്പറിക്കാൻ വരുന്നവരാണോ? സേഫ്റ്റി ഇഷ്യൂസ് നമുക്കും ഉണ്ട്, അവർക്കും ഉണ്ട്. പക്ഷെ അതല്ലാതെയും നമ്മളെ അറ്റയർ അല്ലെങ്കിൽ നമ്മളെ കണ്ട് മനസ്സിലാക്കുന്ന വെച്ചാൽ കുറച്ച് അറിയാം ഇവര് ട്രാവലറാണ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആണെന്ന് അറിയുന്ന ആൾക്കാർ നിർത്താറുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തില് ഒരു റീജിയനിലുള്ള ആളുകൾ ഹെൽപ്പിംഗ് ആണോ അല്ലയോ എന്ന് നമുക്ക് പൂർത്തിയായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹിച്ച് ഹൈക്കിങ്. അതുകൊണ്ട് തന്നെയാണ് ഹിച്ച് ഹൈക്കിങ് തിരഞ്ഞെടുത്തത്. പിന്നെ പുതിയ ആൾക്കാരെ കാണാൻ പറ്റും. എത്ര പേര് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി, ഒരുപാട് പേര് നമ്മൾ ഹിച്ച് ഹൈക്ക് ചെയ്ത് ആൾക്കാർ ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ഇത് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും അറിയാതെ എത്ര പേര്, ഒരുപാട് പേര് നമ്മൾ കാശ്മീരിൽ ഹെൽപ്പ് ചെയ്തവരുണ്ട്, ഇഷ്ടംപോലെ ലഡാക്കിൽ ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്തവരുണ്ട്. ലഡാക്കിൽ നമ്മള് ലേ ടൗണില് ഞങ്ങള് ഒന്നും അറിയാം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ലേ ടൗണിൽ നിൽക്കുകയായിരുന്നു. ലിഫ്റ്റ് വെച്ച് എവിടെയെങ്കിലും പോവാതെ, എവിടേക്കോ ലിഫ്റ്റ്
ചോദിച്ചാ, അന്നേരം ഒരു ചേച്ചി നിർത്തി, ഒരു നേഴ്സ് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത നേഴ്സ് നിർത്തി ഞങ്ങളത് ചോദിച്ചു എന്തൊക്കെയാണ് എന്താണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ടെന്റ് ഇടും അങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഇവിടെ ടെന്റ് ഇടാനെന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ കൊച്ചുമോള് മാത്രമേ വീട്ടിലുള്ളൂ, നിങ്ങൾ അങ്ങോട്ട് വയ്ക്കുമോ. അപ്പം ജസ്റ്റ് ആലോചിച്ചൊക്കെ ഒരു 5-10 മിനിറ്റ്സ് കണ്ട പരിചയമുള്ളൂ, എന്നിട്ടും അവര് കൊച്ചുമോള് ഒറ്റയ്ക്കാണ് എൻ്റെ, ആ പുള്ളിക്കാരിയുടെ കൊച്ചുമോള് മാത്രമുള്ള വീട്ടിലേക്ക് നമ്മളെ പുള്ളിക്കാരി ക്ഷണിച്ച്, ഒരു മേലൊരു ഫീമെയിൽ എന്ന് ആലോചിച്ച് നോക്കണം. അതാണ് വെച്ചാൽ ആ സംഭവം ഇതുവരെ ഞങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെ അവർക്ക് എങ്ങനെ സാധിച്ചു. പക്ഷെ അങ്ങനെ അവർ ഞങ്ങളെ കൊണ്ടുപോയി, ഞങ്ങൾ 2 ദിവസം അവരെ കൂടെ നിന്നു. ഞങ്ങളിപ്പോഴും അതിന് ഭയങ്കര താങ്ക്ഫുൾ ആണ്. അതുപോലെ ഒരുപാട് ഹിച്ച് ഹൈക്കിങ്ങിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ആസാമിൽ കൊണ്ടുപോയവർ, വീട്ടിൽ കൊണ്ടുപോയവരുണ്ട്, അങ്ങനെ കുറെ വീട്ടിൽ കൊണ്ടുപോയവരുണ്ട്. അത് ഭയങ്കര അടിപൊളി ഇതായിരുന്നു. പിന്നെ ഏറ്റവും ഇനിഷ്യൽ ടൈം ഇത്ര പേടിയായിരുന്നു, എന്ത് ചെയ്യണം, എന്തിനാ വീട്ടിൽ കൊണ്ടുപോകണം, എന്തെങ്കിലും ചെയ്തളയോ അങ്ങനെ. അത് കാശ്മീരിൽ ഞങ്ങള് തലവെട്ട വീട്ടിൽ കൊണ്ടുപോകുന്നാണോ. പക്ഷെ അടിപൊളിയാണ് ഹിച്ച് ഹൈക്കിങ്. പിന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഇന്ത്യ കംപ്ലീറ്റ്ലി സേഫ് ആണ്. അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് കണ്ടിട്ടുള്ളവര്, ഞങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് അറിയില്ല. കാരണം ഞങ്ങളെ എക്സ്പീരിയൻസിൽ ഈ 200 ദിവസത്തിൽ ഇന്ത്യ എനിക്ക് സേഫാണ്. ആസ് എ ഫീമെയിൽ എനിക്ക് സേഫാണ്. ഇതുവരെ ഒരു വൃത്തികെട്ട എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ബോദർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യുന്നതോ ഇല്ല ഇതുവരെ. കാരണം നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ഏറ്റവും കൂടുതൽ കൺസേൺ ഇതായിരുന്നു, സേഫ്റ്റി. അതായത് നീയും ഒരു പെൺകുട്ടിയാണ് പോകുന്നത്, അപ്പൊ ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും ഞാനും നീയൊരു പെണ്ണല്ലേ ഇങ്ങനെ. അത് കാരണം നമ്മൾ പെപ്പർ സ്പ്രേ വരെ ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് വേറെ യൂസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല ഓരോ കളഞ്ഞുപോയി. പക്ഷെ അത് മാത്രമല്ല ഈ 6 മാസത്തിനിടയ്ക്ക് ഒരു സിംഗിൾ ഇഷ്യൂ പോലും നമ്മള് കാശ്മീരിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കാശ്മീരിലാണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല നമ്മളെ ഇനിഷ്യൽ ഡേയ്സ് ആണ് ആലോചിക്കണം. ഞങ്ങള് ട്രാവലിങ്ങിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, ഞങ്ങള് വെറുതെ അങ്ങ് ചാടി ഇറങ്ങിയതല്ല. എന്നാലും ആ സംഭവം അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സേഫ്റ്റി വേറൊരു സ്ഥലത്ത് ഇതുവരെ കിട്ടിയില്ല. അപ്പൊ ഇന്ത്യ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഒരു കുഴപ്പമില്ല. ഫീമെയിൽസ് ട്രാവലിന് നല്ല സോളോയും ട്രാവൽ ചെയ്യാം, ഗ്രൂപ്പായും ട്രാവൽ ചെയ്യാം. കിടിലമാണ് ഇന്ത്യ. ഇതുവരെ കിടിലമാണ്. ഇനി നോക്കണം. ഇനി നമ്മള് നല്ല ആൾക്കാരെ കണ്ടില്ലെങ്കിലോ. അത് ശരിയാണ്. ഇപ്പൊ നമ്മള് കണ്ട എല്ലാരും നമ്മള് പറയല്ലോ, നിങ്ങള് കണ്ട എല്ലാരും നല്ല ആൾക്കാരാണ്. അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെന്ന് പറയണത് ടോയ്ലറ്റ് പ്രശ്നം എന്ന് പറയുന്നത് ടോയ്ലറ്റ് പ്രശ്നമാണ്. ബട്ട് അത്യാവശ്യമാണ്, എമർജൻസിയാണ്. വി വിൽ ഫൈൻഡ് വേ. അതുണ്ട്. കാരണം ഞങ്ങൾ മോസ്റ്റ്ലി ഞാൻ വാഷ്റൂം യൂസ് ചെയ്യുന്നത് പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം എപ്പോഴെങ്കിലും കഴിക്കാൻ ഹോട്ടലിൽ കയറുവാണെങ്കിൽ ഹോട്ടലിലോ. നമ്മള് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ചായ കുടിക്കാൻ കയറിയ സ്ഥലങ്ങളുണ്ട്. ജസ്റ്റ് 10 ടോയ്ലറ്റ് ഒക്കെ ഈസിയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ, അതായത് ലഡാക്കിലൊക്കെ കാശ്മീരിലും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മള് ഡ്രൈ ടോയ്ലറ്റ് ആണ്. പിന്നെ ഔട്ട്സൈഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പുറത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ പുറത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ടോയ്ലറ്റ് പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേയും കാര്യങ്ങളും നമ്മള് ടെന്റിലാണ് മോസ്റ്റ്ലി. പിന്നെ ആൾക്കാര് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളികളെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഹിന്ദിക്കാരും ഉണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയത് ആസാമിൽ ചെന്നപ്പോ മറ്റേ മലയാളം പറയുന്ന ആസാമീസിനെ കണ്ടപ്പോഴാണ്. പിന്നെ വിറ്റായിരുന്നു എന്ന് വെച്ചാൽ മലയാളികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെ ആസാമികൾ അല്ലെങ്കിൽ ഹിന്ദിക്കാർ മലയാളം പറഞ്ഞ് അവരുടെ സ്ഥലത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആസാമിൽ ഒരാൾ നമ്മളെ ഹോസ്റ്റ് ചെയ്തപ്പോൾ മേലയിൽ പോയതാണ്. അപ്പോൾ അവിടെ പാനിപ്പൂരി വിൽക്കുന്ന ചേട്ടൻ മലയാളത്തിൽ സംസാരിക്കുന്നത് ഞങ്ങൾ സിമ്പിളായിട്ട്. ചേട്ടൻ 5-6 വർഷം എന്തോ നാട്ടിൽ ട്രിവാൻഡ്രത്ത് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അങ്ങനെ മലയാളം പഠിച്ചതാണ്. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡിഫറെൻ്റ് ആള്, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് കാണുന്നത്, കൾച്ചർ അറിയുന്നത്, ഫുഡ് അറിയുന്നതൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. പിന്നെ ഈ 1000 days എന്തുകൊണ്ട് എടുത്തു എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കും ഒരു പ്രത്യേക ഉത്തരം ഇല്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ഞാനെന്നെ ഞെട്ടിപ്പോയി 200 ദിവസമായെന്ന് പറഞ്ഞപ്പം. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിനും ഓരോ മാസം ആയിരുന്നു. അപ്പോൾ 1 മാസം കൊടുക്കുകയാണെങ്കിൽ 28 സ്റ്റേറ്റിന് എന്തായാലും
ഇന്ന 800 800 more than 800 days എടുക്കും. ഡേയ്സ് ആവും. അപ്പം എന്തായാലും 800 ഡേയ്സ് ഞങ്ങൾ ഒന്ന് റൗണ്ട് അപ്പ് ആക്കി 1000 റൗണ്ട് അപ്പ് ആക്കി 1000 ആക്കിയതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അത് മാത്രമല്ല സമയം എടുക്കും. നമുക്ക് തന്നെ ഒരു ചലഞ്ച് കൊടുക്കാൻ വേണ്ടിട്ട് കൂടെയാണ്. കാരണം അടുത്ത 800 ഡേയ്സ് 800 വീഡിയോസ്, അതായത് ആ ഒരു സ്ട്രക്ചർ ഇത്ര നാളായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജോലിയെല്ലാം വിട്ട് നമ്മൾ തിരിച്ച് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്തു 6 മാസം കൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മീൻസ് എടുത്ത് ടേബിളിൽ വെക്കാനോ കാണിക്കാനോ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒരു അതായത് യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഇട്ടതല്ല, ഒരു ചെയ്ത ഒരു പ്രൂഫില്ല. അപ്പോൾ ആ ഒരു ചെയ്തൊരു പ്രൂഫിനും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ സന്തോഷമാണ്. ഞങ്ങളെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ്. കാരണം ഈസി ട്രാവലിംഗ് അല്ല, അതായത് ഇച്ചിരി സ്ട്രഗിൾ ആയിക്കോട്ടെ, അടുത്ത 800 ദിവസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത 2 കൊല്ലത്തേക്ക് ഇച്ചിരി സ്ട്രഗ്ലിങ് ആയിക്കോട്ടെ, ഞങ്ങളത് സഹിക്കാൻ റെഡിയാണ്. അപ്പോൾ അത് മാത്രമല്ല, പലരും നമ്മൾ ട്രാവൽ ചെയ്യുന്ന പലരും ഈ നോർത്ത് ഈസ്റ്റ്, ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന നോർത്ത് ഈസ്റ്റിലാണ്. നോർത്ത് ഈസ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് കവർ ചെയ്യാറില്ല. അത് മാത്രമല്ല പ്രോപ്പർ ഇൻഫോർമേഷൻ ആയിരിക്കില്ല ചിലരൊക്കെ തരുന്നത്. നമ്മൾക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് റിയൽ ആയിട്ട് ഞങ്ങൾ എന്ത് കണ്ടോ അത് എല്ലാവരെയും ക്യാമറ കൂടെ കാണിക്കുക, അതെല്ലാവരെയും ഷെയർ ചെയ്യുക. ആ ഒരു പ്രോപ്പർ ഇൻഫോർമേഷൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 800 ദിവസം ഇട്ടത്. കാരണം ഇന്ത്യ ഇത്രയും വലിയ സ്ഥലമാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ പറഞ്ഞ പോലെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇന്ത്യയെങ്കിലും മൊത്തം ഒന്ന് കാണുക. അത് ഇന്ത്യ ഒന്ന് കാണണമെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ധൃതി പിടിക്കാതെ, നമ്മൾ ട്രാവലേഴ്സ് ആണ്, ടൂറിസ്റ്റ് അല്ല, ട്രാവലേഴ്സ് ആണ്. അതൊരു ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഓൾറെഡി ലോ ബഡ്ജറ്റ് ആണ്. അപ്പം ഞങ്ങളെ തെറ്റിദ്ധരിക്കാറുണ്ട് ട്രാവലും ടൂറിസ്റ്റും. ട്രാവലും ടൂറിസ്റ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ട്രാവലേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കുറെ സമയത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർ. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ല, അവരവരുടെ ബിസി ലൈഫില് ഒരാഴ്ചയോ ഒരു 2 ആഴ്ചയോ എൻജോയ്മെന്റിന് ഇറങ്ങി അവര് ആ സമയത്ത് അവർക്ക് എങ്ങനെയൊക്കെ കംഫർട്ടബിൾ ട്രാവൽ ചെയ്യാൻ പറ്റുമോ അവരത് ചെയ്യുന്ന ആൾക്കാരാണ് ടൂറിസ്റ്റ്. അവര് തെറ്റ് പറയാൻ പറ്റില്ല, കാരണം അവരവരുടെ സ്ട്രെസ്ഫുൾ ലൈഫിൽ ഇറങ്ങി അവര് എൻജോയ്മെന്റ് ചെയ്യുന്നു. അപ്പൊ അതൊരു കംഫർട്ടബിൾ. പക്ഷെ നമ്മളൊരു കംഫർട്ടബിൾ ട്രാവലിംഗ് അല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിന് സ്ട്രഗ്ലിംഗും ഉണ്ട്. ആ സംഭവം നല്ല സ്ട്രഗ്ലിംഗ് ഉണ്ട്, സ്ട്രഗ്ലിംഗ് ഇല്ലാന്നല്ല. പിന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. കാരണം നമ്മൾ ഇറങ്ങിയിട്ട് ഒരു വീഡിയോ പോലും ഹിറ്റ് ആവാറില്ല. വീഡിയോ പ്രതീക്ഷ അല്ല ഇറങ്ങിയത്, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. കാരണം യൂട്യൂബ് ഒന്ന് പുഷ് ആവണം. ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നാണ് മെയിൻ. അതിന്റെ അതൊരു ഒരു ഇൻകം സ്ട്രീം എങ്കിലും ഉണ്ടാവണേ നമുക്ക് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ. കംഫർട്ടബിൾ അല്ല, കുറച്ച് അതായത് നമ്മുടെ ഫുഡിന്റെ എക്സ്പെൻസ് എങ്കിലും ഇച്ചിരി മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബ്. ജസ്റ്റ് വീഡിയോ ബേസ് ചെയ്തല്ല ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. വീഡിയോ ഉണ്ട്, അത് ഞങ്ങളെ ഒരു പറയില്ലേ സെക്കൻഡ് സോഴ്സ്. അപ്പം അതിനാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സോഴ്സ് കിട്ടിയാൽ അത് നല്ലതാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വീഡിയോ ഇനിയിപ്പോ വീഡിയോ കാണുന്നതോ അതൊന്നും നമ്മുടെ കയ്യിലല്ല, നിങ്ങൾ പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പൊ കാരണം ഞങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്തെ കുറിച്ച് അറിയണമെങ്കിലോ നിങ്ങൾക്ക് അത് സജഷൻ ഇടാം. കാരണം അങ്ങനെ സജഷൻ ചെയ്യുന്നവരെയും ഞങ്ങൾ എടുക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലാൻ ഇല്ല. നമുക്ക് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പോകണം, ഔട്ട് ഓഫ് പ്ലാൻ ആണ്. കാരണം ഞങ്ങൾ ഹിച്ചാക്കി ചെയ്യുമ്പോൾ നമ്മളത്തെ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തെക്കുറിച്ച് പറയും. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോകാറുണ്ട്. ആൾക്കാർ പറയും ഇന്ന സ്ഥലം നല്ലതാണ്, ഇന്ന സ്ഥലത്ത് ഈ കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാറുണ്ട്. അല്ലാതെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ഇന്ന ദിവസം ഈ സ്ഥലത്ത് പോയി നിൽക്കണം, അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിലപ്പെട്ട കറക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം, ഞങ്ങളത് മെച്ചപ്പെടുത്തും. ഞങ്ങളത് ഉൾക്കൊണ്ട് മെച്ചപ്പെടുത്തും. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും ആൾക്കാർക്ക് അറിയാനുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ പ്രോപ്പറായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇനിയുള്ള 800 ദിവസങ്ങൾ 800 വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങളെ സഹായത്തോടുകൂടി, എല്ലാം ബ്ലോഗല്ല, ബ്ലോഗും ഷോർട്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്ലോഗ് എല്ലാ ദിവസവും ചെയ്യലും നമുക്ക് നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വീക്ക്ലി 2 വ്ലോഗ്സ്, അതായത് ട്യൂസ്ഡേയും സാറ്റർഡേയും വ്ലോഗ്സ് ചെയ്യുക, ബാക്കി എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോസ് ചെയ്യുക. ഷോർട്ട് വീഡിയോയും ഇൻഫോർമേറ്റീവ് ആയിരിക്കും.
മോസ്റ്റ്ലി അതായത് നമുക്ക് ഒട്ടും പറ്റില്ലാത്ത എന്തെങ്കിലും ദിവസം മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് അല്ലാത്ത എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇടുള്ളൂ. അല്ലാതെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്ത 800 ദിവസത്തേക്ക് എങ്ങനെ ചെയ്യുമെന്നോ നമ്മുടെ ബാക്കപ്പ് പോലും ഇല്ല അധികം വീഡിയോസ്. അപ്പോൾ അത് എങ്ങനെ എത്തിക്കുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ വരുന്ന വഴിക്ക് കാണാം, വരുന്ന വഴിക്ക് നോക്കാം. അപ്പോൾ ഈ 800 ദിവസം പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം, സപ്പോർട്ട് വേണം. അറ്റ്ലീസ്റ്റ് എന്നുവെച്ചാൽ ഇപ്പം ഞങ്ങളെ ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങളെ മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് അവർക്കൊക്കെ നല്ല ആ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കുറച്ച് റിവ്യൂസും കുറച്ച് ഫീഡ്ബാക്ക്, സജഷൻസ് അതൊക്കെയാണ് വേണ്ടത്. അത് തരിക, വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിയണം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ബട്ടണും ജസ്റ്റ് ഒരു ഷെയർ ബട്ടണും ഒരു ബെൽ ബട്ടണും കുറെ ബട്ടൺസ് ഉണ്ടല്ലോ. പറഞ്ഞു വന്നപ്പോ കുറെ ബട്ടൺസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങ് അമുക്കി വിൽക്കാം. അപ്പൊ അത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതാണ് നമുക്ക് വേണ്ട സപ്പോർട്ട്. നമുക്ക് ആരിൽ നിന്നും നമ്മൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് സ്പോൺസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം വേണ്ടാന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്. കാരണം ഞങ്ങളെ പണിയെടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന കാശിൽ ഇത് ട്രാവൽ ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ സ്പോൺസേഴ്സ് നമ്മൾ വെൽക്കം ചെയ്യുന്നില്ല. പുറത്തുനിന്ന് ഒരു ഫണ്ട് പോലും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അത് വേണ്ട എന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സഹായം നിങ്ങൾ ചുമ്മാ ഇരുന്ന് വീഡിയോ കാണുക. നിങ്ങളുള്ള ടൈമിൽ നമ്മുടെ ഇൻഫോർമേഷൻ നിങ്ങൾ എടുക്കുക. അതായത് നമ്മൾ തരുന്ന ഇൻഫർമേഷൻ പ്രോപ്പർ ആയിരിക്കും. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരം വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അത് നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളൂ. നന്ദി.